ദൈവനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കുറച്ച് ദിവസങ്ങളായി വീഡിയോ പിടിച്ചിട്ട്. കാലാവസ്ഥ ശരിയല്ല, വെട്ടം വെളിച്ചമില്ല, അത് തന്നെയാണ് മെയിൻ പ്രശ്നം. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതില്ലല്ലോ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ വീണ്ടും വചനത്തിലേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും ജീവിതങ്ങളും മഴക്കെടുതി മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകളും മനുഷ്യർക്കൊക്കെ ആകെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെയാണല്ലേ. ശരിയാണ്, എല്ലാവർക്കും അതറിയാം. നമ്മളെന്താ ഇപ്പോൾ പറയേണ്ടതെന്ന് എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല സത്യം പറഞ്ഞാൽ. അത്രമാത്രം ദയനീയമായ അവസ്ഥയിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത്. നമ്മൾ കേരളത്തിൽ താമസിക്കുമ്പോൾ കേരളം എന്ന് നമുക്ക് പറയാം. അതുപോലെ എല്ലായിടത്തും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ഈ മഴക്കെടുതി പോലും വന്നു പോയ അവസ്ഥകൾ ഒന്ന് ഓർത്ത് നോക്കി. നമ്മുടെ വയനാട്, അതുപോലെ കർണാടകത്തിൽ അർജുൻ എന്ന ചെറിയ പയ്യൻ്റെ അവൻ്റെ ആ മുഖം കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നും. നമ്മുടെ കുടുംബത്തിൽ ആരോ ഒരു അംഗത്തെ പോലെ തോന്നുന്നു അല്ലേ? നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഏതൊക്കെ അവസ്ഥയിലാണ് ആ കൊച്ച്? എങ്ങനെയാണ്? മരിച്ചോ? ജീവനോടെ ഉണ്ടോ? ജീവനോടെ ഇല്ല. അങ്ങനെയുള്ള ഈ അവസ്ഥയിലൊക്കെ പെട്ടവരാരും ജീവനോടെ ഉണ്ടാവാറില്ലല്ലോ. നമുക്കൊക്കെ ഇത്രയും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ഭവനത്തിലെ അവസ്ഥകളൊന്ന് ഓർത്ത് നോക്കുക, അവരുടെ സഹോദരങ്ങളുടെ. അങ്ങനെയാണ് കാലത്തിൻ്റെ വിളയാട്ടം. വയനാട്ടിലേക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്തത്ര ദുരിതത്തിലേക്ക് വയനാട് വീണുപോയി. പ്രകൃതിയുടെ വിളയാട്ടം അതൊക്കെയാണല്ലേ, ദൈവത്തിൻ്റെ കോപം. ഈ അവസാന കാലഘട്ടങ്ങളിൽ ദുരിതങ്ങളും വെള്ളത്താലും തീയാലും നശിപ്പിക്കലും തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷെ ഇതെന്താ അങ്ങനെ സംഭവിച്ചത്? ഉരുൾപൊട്ടൽ വെള്ളമല്ലേ. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലേ. നമ്മളതെന്താണെന്ന് നമ്മൾ അന്വേഷിക്കാൻ ഇപ്പോൾ തൽക്കാലം പോകേണ്ടതില്ല. നമ്മളെ തന്നെ നന്നാക്കി ജീവിക്കാൻ നോക്കുക. നമ്മളിന്ന് വായിക്കാൻ പോകുന്ന വചനം യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വചനം 45:2-3. ആർക്കെങ്കിലും ആ വചനം അറിയാവോ? അറിയാം, മിക്ക ആൾക്കാർക്കും അറിയാവുന്നൊരു വചനമാണത്. ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകും, മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവെന്ന് നീ അറിയേണ്ടതിന് തന്നെ. ഈ ഒരു വചനം നല്ല വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തടസ്സങ്ങളായി നിൽക്കുന്നുണ്ടെങ്കിൽ, ബ്ലോക്കായി എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ വചനം ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അന്ന് തടസ്സങ്ങൾ മാറിക്കിട്ടും. കാരണം നമ്മുടെ ആ ജീവിതത്തിൽ കർത്താവ് ഇടപെടും. ആ പ്രശ്നങ്ങൾ കർത്താവ് ഇടപെട്ട് ആ തടസ്സങ്ങൾ മാറ്റിക്കളയും. നല്ലൊരു അനുഭവങ്ങളാണ് അതൊക്കെ. എൻ്റെ ഈ വചനം കേൾക്കാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, ഈ വചനം വായിക്കാൻ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ വചനം ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. അപ്പം നിങ്ങൾ ഈ വചനങ്ങളെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഷുവർ, ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, തടസ്സങ്ങൾ മാറിക്കിട്ടും. തമ്പുരാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്ന തമ്പുരാൻ നമ്മളെ ജീവിതത്തിൽ പൂർണ്ണമായി ഇടപെട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്ത് പ്രശ്നമാണോ വെച്ചാൽ, ഏതവസ്ഥ നിന്നിട്ടായാലും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതെത്ര വലിയവരാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ നീങ്ങിപ്പോകാൻ പറ്റാത്തത്രയും ബ്ലോക്കായി കിടക്കുന്നൊരു പ്രശ്നമാണെങ്കിലും തമ്പുരാൻ നിഷ്പ്രയാസം എടുത്ത് മാറ്റിക്കളയും. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2-3. അതേ അറിയാം, എല്ലാവർക്കും അറിയാം. നമ്മുടെ സങ്കീർത്തനം 91 പോലെ ഈ വചനം എല്ലാവർക്കും അറിയാവുന്നതാണ്. മനപ്പാടം, ചില ആൾക്കാർ ഇത് മനപ്പാടമാക്കി വെച്ചിട്ടുണ്ട്, ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി തന്നെ. അങ്ങനെ അതുപോലൊക്കെ ഓരോരോ ചെറിയ ചെറിയ വചനങ്ങളല്ല, വലിയ വലിയ കാര്യങ്ങളും ചെറിയ വചനങ്ങളും ഒത്തിരി നീട്ടിക്കൊണ്ട് പോകാനില്ലാതെ നമ്മുടെ ഹൃദയത്തിൽ അത് സൂക്ഷിച്ചു വെച്ചാൽ, സങ്കടങ്ങളോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ വരുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കുക. അവിടുന്ന് മാറിക്കിട്ടും. അത് നമ്മുടെ ഭാഗം ക്ലിയറായി തരും ദൈവം. വിശ്വസ്തയോടെ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുക മാത്രം ചെയ്താൽ മതി. വിശ്വസ്തയായിരിക്കണം. വിശ്വസിക്കുക, അടിയുറച്ച് വിശ്വസിക്കുക. കടുകുമണിയോളം വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും.
അവിടുത്തെ വചനമാണത്. കടുക് നമുക്ക് ഒട്ടും വിശ്വാസമില്ല, എന്നെങ്കിൽ ഏറ്റവും ചെറിയ കടുകുമണി അതിനോട് അത്രയെങ്കിലും ഒരു വിശ്വാസം നമുക്കുണ്ടായാലും മതി. അത്രയെങ്കിലും അവിടുന്ന് ആ നമ്മുടെ പ്രശ്നത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, തടസ്സങ്ങൾ എടുത്ത് കളയും. വലിയവൻ്റെ വാക്കാണിത്. നമ്മുടെ ഹൃദയത്തിൽ ഈ വാക്കുകളൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. പ്രശ്നങ്ങൾ വരുമ്പം അത് വേണ്ടതുപോലെ ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ സഹോദരങ്ങളായ വയനാട്ടിലുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒത്തിരി സംഭാവനകളൊക്കെ കിട്ടുന്നുണ്ട്, അവർക്ക് ഒത്തിരി സാമ്പത്തിക സഹായങ്ങളൊക്കെ അവിടെ വന്നു ചേരുന്നുണ്ട്. പക്ഷെ അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിച്ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സംശയമാണ്. അത് അയാൾ നിന്നും കൈയിട്ട് വാരുന്നവരുണ്ടാവും, കൊടുക്കാതെ മാറ്റി വെച്ചുകൊണ്ട് പെരുവഴിയിലാക്കുന്നവരും ഉണ്ടാവാം. അങ്ങനെ പ്രശ്നങ്ങളാണ്, എവിടെയും പ്രശ്നങ്ങളാണ്. എവിടെയും ഉണ്ടാവും ഒരു കള്ളൻ, എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. അങ്ങനെയുള്ള കള്ളന്മാരെയൊക്കെ നീക്കിക്കളഞ്ഞ് അർഹതപ്പെട്ടവരുടെ കയ്യിൽ അവരുടെ സാമ്പത്തികവും അവർക്കൊരു ഭവനവും അവർക്ക് ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലവും ഒക്കെ അവരുടെ കൈകളിൽ എത്തിച്ചേരുന്ന സാമ്പത്തിക സഹായം അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടുന്ന രീതിയിൽ അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ തടസ്സങ്ങളൊന്നുമില്ലാതെ, പൈശാചികതയുടെ ഇടപെടലില്ലാതെ, പിശാചുകൾ അവിടെ കയറി കൈയിട്ട് വാരാതെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായി അവിടെ നിയോഗിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി, ആ സഹോദരങ്ങൾക്ക് വേണ്ടി. നമ്മളെ കൊണ്ട് ഒരു സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. 10 പേര് പ്രാർത്ഥിക്കുമ്പോൾ ഒരാളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്താതിരിക്കില്ല. പാപികളെ തേടി വന്ന തമ്പുരാനാ. അപ്പം പിന്നെ നമ്മളെപ്പോലുള്ള പാപികളുടെ പ്രാർത്ഥന കേൾക്കും. എനിക്കറിയാം കേൾക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആ സഹോദരങ്ങൾക്ക് ആരും ഒറ്റപ്പെട്ടു പോകാതെ, എവിടെയും തള്ളപ്പെട്ടു പോകാതെ, അവഗണിക്കപ്പെട്ടു പോകാതെ അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ ഒത്തിരി സഹായങ്ങൾ, കോടിക്കണക്കിന് രൂപകൾ അവിടെ എത്തിയിട്ടുണ്ട്, സാമ്പത്തിക സഹായങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ എത്തിപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പല തുള്ളിൽ പെരുവെള്ളമാണല്ലോ അല്ലേ? പല തുള്ളികൾ ചേരുമ്പോൾ ഒരു പെരുവെള്ളമാകിയല്ലേ? അതുപോലെ പെരുവെള്ളങ്ങളായിട്ടുണ്ട് അവിടെ. ആ പെരുവെള്ളങ്ങൾ എത്തേണ്ട ഓരോരോ തുള്ളി അവരവരുടെ കൈകളിൽ എത്തിച്ചേരാൻ നല്ലവരായ ജനങ്ങളുടെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാവണം. നമുക്ക് ഇന്ന് ഇതുവരെ ഈ നിമിഷം വരെ തമ്പുരാൻ നമ്മളെ കരുതിയിട്ടുണ്ടല്ലോ. അതെന്തിനാണെന്നറിയാമോ? നമ്മളെപ്പോലുള്ളവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടിയാണ്. ആരെങ്കിലുമൊക്കെ മാറി നിന്ന് പ്രാർത്ഥിച്ചാലേ ഇതുപോലുള്ള സഹായങ്ങളൊക്കെ അവിടെ എത്തിപ്പെടുകയുള്ളൂ. ദൈവം എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുകയില്ലല്ലോ. ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നാളെ നമ്മുടെ അവസ്ഥകൾ എന്താണെന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് വേണ്ടി ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. നമ്മളത് അറിയണം. പ്രകൃതിയുടെ താണ്ഡവമാണ്. ഇനിയിപ്പം പണ്ടത്തെ പോലെയൊന്നും അല്ല. എന്തെങ്കിലുമൊക്കെ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ തക്ക സമയത്ത് നമുക്കും അത് കിട്ടും. അത് മറന്നു പോകരുത്. നമ്മൾ എന്നും സുരക്ഷിതരാണെന്നും വിചാരിക്കണ്ട. അവരൊക്കെ കഴിഞ്ഞ വർഷം സുരക്ഷിതരായി ജീവിച്ചവരല്ലേ. ഈ വർഷമല്ലേ അവരുടെ ജീവിതത്തിൽ അടി കിട്ടിയത്. ഇനി നമ്മുടെ ജീവിതത്തിൽ അടി എപ്പോൾ വരുമെന്ന് നമ്മൾ നോക്കിയിരുന്ന് കാണാം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭയങ്കരമായ പീഡ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഭയങ്കര ദേഷ്യം വരിക, പ്രാർത്ഥിക്കാൻ തോന്നാതിരിക. എനിക്ക് ദേഷ്യം വരുന്ന മുഴുവനും കർത്താവിനോടാണ്. എന്താണെന്നറിയാമോ? ഞാൻ കർത്താവിനോട് മറുതലിക്കണം, കർത്താവിനോട് ദേഷ്യപ്പെടണം, എന്നിട്ട് കർത്താവിൻ്റെ അനുഗ്രഹം എല്ലാം നീങ്ങിപ്പോകണം. സാത്താൻ എന്നെ അതുപോലെ ഇട്ട് എന്നെ പ്രകരിക്കുന്നുണ്ട്. ഞാൻ മുഴുവൻ തമ്പുരാനോട് ദേഷ്യപ്പെടും, പെട്ടെന്ന് ഞാൻ മാപ്പ് ചോദിക്കും. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. വരാതിരിക്കുകയില്ല. കാരണം എന്നെ അതുപോലെ പിടികൂടിയിരിക്കുകയാണ്, ദേഷ്യപ്പെടുത്തുകയാണ്. പൊതുവെ തൊട്ടേനെ പിടിച്ചാൽ നല്ല അരിശം വരിക. അത് ഭയങ്കര ആപത്താണ്, കൊടിയ ആപത്താണ് എനിക്കത്. എൻ്റെ പ്രാർത്ഥന തമ്പുരാൻ കേൾക്കാതെ പോകുന്നുള്ളൂ. ഭയങ്കരമായ ഭയവും എനിക്കുണ്ട്. എൻ്റെ കോപങ്ങളൊന്ന് മാറിപ്പോകാൻ ഈ ഭജനം കേൾക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം. ഭയങ്കരമായ ദേഷ്യങ്ങളാണ് എനിക്ക്. തൊട്ടേനെ പിടിച്ചതിനൊക്കെ ദേഷ്യം വരികയാണ്. അത് ഭയങ്കര ആപത്താണെന്നും എനിക്കറിയാം. പക്ഷെ ഞാനല്ലല്ലോ ഈ കോപങ്ങൾ ഉണ്ടാക്കുന്നത്, ഞാനല്ലല്ലോ. ഇതിൻ്റെ പുറയിലിരുന്ന് ചുരം മാന്തുന്നവനുണ്ട്, ചെകുത്താൻ എന്ന ദുഷ്ടശത്രു. അവൻ എന്നെ താലങ്കം വിലങ്കം പ്രകരിക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ ദേഷ്യങ്ങളൊന്ന് മാറിപ്പോകാൻ എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ. വചനം മുറുകെ പിടിച്ചാലും ഈ വചനം മുറുകെ പിടിക്കുന്നതാണ് അവൻ്റെ പ്രവൃത്തിക്ക് വിലങ്ങായി നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്.
ആ അത് തമ്പുരാൻ കാക്കാതിരിക്കുകയില്ല. തമ്പുരാൻ അങ്ങനെ തള്ളിക്കളി എല്ലാ അവസ്ഥയിലും എല്ലാ മേഖലയിലും കടന്നു പോയവനല്ലേ നമ്മുടെ തമ്പുരാൻ. കർത്താവായ യേശുമിശിഹ നമ്മൾ സഹിക്കുന്നതിനേക്കാളും കൂടുതൽ സഹിച്ച് കടന്നു പോയതല്ലേ. നമ്മുടെ ഈ അവസ്ഥകൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം തമ്പുരാൻ നമുക്ക് പറഞ്ഞു തരാതിരിക്കില്ല, നമ്മൾ ക്ഷമിക്കാതിരിക്കില്ല എന്നുള്ള ഒറ്റ വിശ്വാസം എനിക്കുള്ളൂ. നമ്മൾ വചനം വായിക്കുമ്പോഴും തമ്പുരാനും പാതയുടെ മുമ്പോട്ട് പോകുമ്പോഴും അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഓരോരോ ദുരാത്മാക്കൾ, അന്ധകാര ശക്തികൾ, ശത്രുക്കൾ, തമ്പുരാൻ്റെ ശത്രുക്കളാണ് നമ്മുടെയും ശത്രുക്കൾ. തമ്പുരാനെ നമ്മളെ അകറ്റാൻ വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ ദിവസവും. അതുപോലെ എത്ര പേർക്കുണ്ടാകുമെന്നൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മൾ കടന്നു വന്ന ഓരോരോ നിമിഷങ്ങളും ഓരോരോ ദിവസങ്ങളും ഭയങ്കര അപകടം പിടിച്ച രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നെ മാത്രമല്ല എല്ലാവരും ഇതുപോലൊക്കെ പിടികൂടിയിട്ടുണ്ട് പിശാചുകൾ. എന്തുകൊണ്ടെന്നറിയാവോ? നമ്മൾ തമ്പുരാനിൽ നിന്ന് അകന്നു പോകാൻ. നമ്മൾ അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവൻ രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. അവസാനം വരെ സഹിച്ച് നിൽക്കാനുള്ള ശക്തിയും ബലവും നമുക്ക് തരട്ടെ. പരിശുദ്ധാത്മാവിൽ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ബലവും ശക്തിയും നൽകി നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. ഏതെല്ലാം അവസ്ഥകളിലും, സാമ്പത്തികമായാലും സൗഹൃദമായാലും സഹോദരങ്ങളുടെ ഇടപെടലുകളായാലും കൂട്ടുകാരുടെ ഇടപെടലായാലും, ഏതവസ്ഥയിലും നമ്മൾ ആരോട് എങ്ങനെ ഇടപെടുന്ന ആ അവസ്ഥയിലൊക്കെ ഇവൻ നമ്മളെ കടന്നുകൂടി ആക്രമിക്കുന്നുണ്ട്. തൊട്ടനും പിടിച്ചനൊക്കെ നമ്മളെ അകറ്റാൻ നോക്കുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണേന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എല്ലാവരോടും. ഇവൻ്റെ തന്ത്രമാണിത്. ദേഷ്യങ്ങൾ വരുമ്പോൾ നമ്മളെ സഹിക്കാനും പിടിച്ചു നിൽക്കാനും തമ്പുരാനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനും നമ്മൾ ശ്രമിക്കണം. ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. ആ കാൽക്കീഴിൽ നിന്നാൽ നമ്മളെ അവിടുന്ന് ഉയർത്തിക്കൊള്ളും, നമ്മളെ സഹായിക്കും. അവിടുന്ന് സഹായിച്ചില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ആകുകയില്ല. ആ ഒരു വലിയ മേഖലയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ വയനാട്ടിൽ കുറേ സഹോദരന്മാരും സഹോദരിമാരും അമ്മച്ചിമാരൊക്കെ പറയുന്നത് കേൾക്കുന്നത് അവർക്ക് ആന സംരക്ഷണമായി നിന്നു എന്നൊക്കെയാണ്. അതും ദൈവത്തിൻ്റെ ഇടപെടൽ തന്നെയാണ്. കർത്താവിൻ്റെ ഒരു സംരക്ഷണം ഇല്ലാണ്ട് അങ്ങനെയൊന്നും ഒരു മുടിനാര് പോലും കർത്താവിൻ്റെ കരുണയില്ലാതെ, സഹായമില്ലാതെ, അറിവില്ലാതെ പൊയ്ഞ്ഞു പോവുകയില്ല. അപ്പോൾ തമ്പുരാൻ്റെ അറിവോട് കൂടിയായിരിക്കും എല്ലാം സംഭവിച്ചതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതങ്ങനെ സംഭവിക്കേണ്ടതാണ്. ചിലപ്പോൾ ന്യായവിധിയാവാം, ചിലപ്പോൾ കർത്താവിന് വേണ്ടപ്പെട്ടവരെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതാവാം. അവരുടെ ആത്മാവ്, കർത്താവിന് ആത്മാവിന് മുതൽ ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ലല്ലോ, അങ്ങനെയാവാം. അതിന് നമ്മൾക്ക് ഭയാനകമായാലും തമ്പുരാൻ്റെ മുന്നിൽ അതെങ്ങനെയാണെന്ന് നീതീകരിക്കപ്പെടുന്നത് നമുക്കറിയില്ല. കർത്താവ് ഏത് രഥത്തിലാണ് ഇടപെടുന്നതെന്ന് അറിയില്ല നമുക്ക്. അപ്പം അവസാന നാളുകൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളണം. എല്ലാം സാധാരണ മനുഷ്യരെ പോലെ നിന്ന് നമ്മളത് സഹതപിക്കുകയോ കുറ്റപ്പെടുത്തലുകയോ തള്ളിപ്പറയോ കർത്താവെന്താ അങ്ങനെ ചെയ്ത്, കർത്താവെന്താ ഇങ്ങനെ ചെയ്തത്, അങ്ങനെയെന്ന് ഇങ്ങനെ ചെയ്ത്. കർത്താവിന് മുമ്പിൽ അങ്ങനെയല്ല. നമ്മൾ കാണുന്ന കണ്ണുകൊണ്ടല്ല കർത്താവ് കാണുന്നത്. കർത്താവിനെ നമ്മൾ ചോദിക്കാൻ നിൽക്കരുത്. അതിൻ്റെ മറുവശത്ത് വേറെ എന്തെങ്കിലും പ്രവൃത്തികളുണ്ടാവാം. കർത്താവിൻ്റെ എതിരാളികൾ നമ്മൾ മനുഷ്യരല്ല, ശക്തനായ എതിരാളികളുണ്ട് കർത്താവിന്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് കർത്താവിൻ്റെ എതിരാളിയും തമ്മിലുള്ള പോരാട്ടാ. അവിടെ മനുഷ്യരായ നമ്മൾ വേറെ ഉറുമ്പുകളെ പോലെയാണ്. അവിടെ ആർക്കൊക്കെ എവിടെയൊക്കെ പ്രഹാരം ഏൽക്കുന്നുണ്ടെന്ന് കർത്താവിനറിയാം. ഇതിങ്ങനെയൊക്കെ സംഭവിക്കേണ്ടതായതുകൊണ്ട് കർത്താവ് നമ്മളോടല്ല എതിരിടുന്നത്. കർത്താവിൻ്റെ എതിരാളി വേറെ അതുപോലുള്ള ശക്തമായ എതിരാളികളുണ്ട്. അവരാണ് കർത്താവ് എതിരിടുന്നത്. അവർ തമ്മിലാണ് യുദ്ധങ്ങൾ. അവർ തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ളൊക്കെ ഇവിടെ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് നമ്മളോട് ഇങ്ങനെ ചെയ്തത്, നമുക്കിങ്ങനെ സംഭവിക്കും. കർത്താവ് എവിടെയായിരുന്നു? ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സഹോദരി ഒരു ചേച്ചി എന്നോട് പറഞ്ഞതാണ്, ഇങ്ങനെ സംഭവിക്കുമ്പോൾ കർത്താവ് ഉറങ്ങുമായിരുന്നോ എന്ന്. അങ്ങനെ ചോദിക്കരുത് നമ്മൾ. ഇത് കർത്താവിൻ്റെ ശത്രുക്കളും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീഴ്ചകളുണ്ടാകാം, താഴ്ചകളുണ്ടാകാം, അടികൾ കിട്ടിയെന്ന് വരും, നാശങ്ങളുണ്ടായെന്ന് വരും. യുദ്ധത്തിൽ നാശങ്ങളില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ അവിടെ മരണങ്ങളുണ്ടാകാറില്ലേ? അല്ലാണ്ട് അവിടെ ഉണർവല്ലല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ അവിടെ മരണങ്ങൾ സംഭവിക്കും. അത് ഏത് തരത്തിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ. നമ്മൾ ആ വഴിയിലൂടെ ചിന്തിക്കാത്തതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ വീഴ്ചകളും താഴ്ചകളും ഉണ്ടാകുമ്പോൾ കർത്താവിനെ കുറ്റപ്പെടുത്തുകയല്ല, അതങ്ങനെ സംഭവിക്കേണ്ടതാണെന്ന് ഓർത്ത് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം.
അങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ ആരോടും കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. തമ്പുരാനോട് ചോദ്യം ചെയ്യാനോ തമ്പുരാനെ കുറ്റപ്പെടുത്താനോ അത് തിരുത്താനോ കഴിവുള്ളവരാരാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്, ഈ ഭൂമിയിലുള്ളത്? എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ടോ? അവിടുന്ന് എന്തുമാത്രം പോരാടുന്നുണ്ടെന്ന് അറിയാവോ നമ്മൾക്ക് വേണ്ടി? നമ്മുടെ ആത്മാക്കളെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി ശത്രുക്കളോട് എന്തുമാത്രം കർത്താവ് അവിടുന്ന് പോരാടുന്നുണ്ടെന്ന് നമുക്കറിയാമോ? നമുക്കത് കാണാൻ പറ്റാത്തത് കൊണ്ടല്ലേ നമ്മളിങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ പറയരുത്. ഭയങ്കരമായ പോരാട്ടത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അവിടെ തട്ടുമുട്ടൊക്കെ നമുക്കപ്പോൾ കിട്ടും. നമ്മൾ ശ്രദ്ധിച്ച് ഉണർന്ന് പ്രാർത്ഥിക്കണം. മാറിപ്പോകേണ്ടത് മാറിപ്പോകും, സംഭവിക്കേണ്ടത് സംഭവിക്കും. അവിടെ കുറ്റപ്പെടുത്താൻ നമുക്കിവിടെ ന്യായങ്ങളൊന്നുമില്ല. നമ്മളതാ ഈ ഭൂമിയിലെ ജീവിതകാലം എത്ര കാലം ജീവിക്കും നമുക്ക് എന്തുറപ്പാണുള്ളത്? എന്തുറപ്പിൻ്റെ പേരിലാണ് നമ്മൾ കുറ്റപ്പെടുത്തുന്നത്? അതൊന്നും ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ് ചേച്ചിമാരെ, സഹോദരങ്ങളെ. ഒരിക്കലും അങ്ങനെ പാടില്ലാത്ത കുറ്റപ്പെടുത്തൽ പാടില്ല. നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്താം. നമുക്ക് ചെറിയൊരു തട്ടലും മുട്ടിലേക്കും നമുക്ക് നൊമ്പരമുള്ളതുപോലെ ഉന്നതങ്ങളിലിരുന്നേ ഈ പ്രശ്നങ്ങളൊക്കെ നേരിടും തമ്പുരാന് എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവിടെ സുഖമായിട്ട് സിംഹാസനത്തിൽ കുത്തിയിരുന്നുകൊണ്ട് ഉറച്ചിരുന്നുകൊണ്ട് ഇതെല്ലാം കണ്ട് ആനന്ദിക്കുവാണെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഒരിക്കലും അല്ല. ഒരിക്കലും അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മളൊക്കെ ചെയ്തു വെച്ചതിൻ്റെ ഭവിഷ്യത്താണ് നമ്മൾ അനുഭവിക്കുന്നത്. നീതിമാനായ ദൈവം എന്തു ചെയ്തിട്ടാ? അപ്പം നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. അയ്യോ, ഉരുൾപൊട്ടലുകളോ വെള്ളപ്പൊക്കമോ പ്രകൃതിയുടെ താണ്ഡവമോ ഇടിമിന്നലോ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ആ തമ്പുരാന് മുമ്പിൽ മുട്ടുമേ നിന്നുകൊണ്ട് മുട്ടിപ്പോയായി പ്രാർത്ഥിക്കുക. തമ്പുരാനെ, നിൻ്റെ ഹിതം പോലെ സംഭവിക്കട്ടെ. മാറിപ്പോകേണ്ടതാണെങ്കിൽ മാറിപ്പോകട്ടെ, സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിക്കട്ടെ, അവിടുത്തെ ഹിതം പോലെ സംഭവിക്കട്ടെ എന്നും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയേ ചെയ്യേണ്ടതുള്ളൂ. ഇതേ നമുക്കൊക്കെ ചെയ്യാനുള്ളൂ. അല്ലാണ്ട് കുറ്റപ്പെടുത്താൻ നിൽക്കരുത് കേട്ടോ. കർത്താവിനെ ഒത്തിരി അനുഭവിക്കുമ്പോൾ നമ്മുടെ കുറ്റപ്പെടുത്തുമ്പോൾ അത് താങ്ങാനാകാത്തൊരു ചുമടാണ് തമ്പുരാൻ്റെ മുമ്പിൽ. അവിടുന്ന് എത്രമാത്രം സഹിക്കുന്നുണ്ടെന്ന് അവിടുത്തെ വേദനയോട് ചേർന്ന് നിൽക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഗ്രേസ് ചെയ്ത് എന്താ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അതിനെപ്പറ്റി നമ്മൾ ഗ്രഹിച്ചാൽ നമുക്കത് പറയാൻ പറ്റും എന്തടിസ്ഥാനത്തിലാണെന്ന്. തമ്പുരാനിപ്പം യുദ്ധത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. ഭയങ്കരമായ പോരാട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ് കർത്താവ്. ആ കർത്താവിനോട് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് പറയുക, ചെറിയ രീതിയിലല്ല പോരാട്ടം നടക്കുന്നത്, ഭയാനകമായ രീതിയിലാണ് പോരാട്ടം നടക്കുന്നത്. അതൊന്നും കാണാതിരിക്കാൻ നമ്മുടെ കണ്ണുകൾ കർത്താവ് തുറക്കാതിരിക്കട്ടെ. കാരണം നമുക്കത് സഹിക്കാൻ പറ്റില്ല, കാണാനും പിടിച്ചു നിൽക്കാനും പറ്റില്ല, നേരിടാൻ പറ്റില്ല. ഒന്ന് കണ്ണടച്ച് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് ഭയങ്കരമായ പോരാട്ടത്തിന് നടുവിൽ നിൽക്കുകയാണ്. ഉന്നതനായ ദൈവം, ശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തെ പിടിച്ചെടുക്കാനും തകർത്ത് കളയാനും ശത്രു ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അവൻ പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പം ആ പോരാട്ടത്തിന് നടുവിലും അവനവൻ്റെ കർത്താവ് സ്വന്തം മക്കളെ സംരക്ഷിക്കാൻ അഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുക. ആ പോരാട്ടം ശക്തമാണ്. അപ്പം നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഓർക്കണം. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ബലഹീനതരാണെങ്കിലും വചനങ്ങൾ വായിക്കുന്നവരാണ്. വചനം വായിക്കുമ്പോൾ ആ വചനത്തിലെല്ലാം ഉണ്ട്. അത് മനസ്സിലാക്കുക നമ്മൾ ചെയ്യേണ്ടത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ചെയ്യേണ്ടത്. അല്ലാണ്ട് കുറ്റപ്പെടുത്തുകയല്ല മക്കളെ നമ്മൾ ചെയ്യേണ്ടത്. വചനം അത്രയ്ക്കും ശക്തമുള്ളതാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതാണ്. അത് മജ്ജയും മാംസയും കടന്ന് നമ്മുടെ ഹൃദയത്തെ തുളച്ച് കയറും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉറച്ചു നിൽക്കുകയാണ് ചെയ്യേണ്ടത്, തളർന്നു വീഴുകയല്ലേ. നമുക്കിതൊക്കെ സഹിക്കേണ്ട ശക്തിയും ബലവും തരണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കണം. അത് അർഹതപ്പെട്ടവർക്ക് തമ്പുരാൻ കൊടുക്കും. പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും. അപ്പം നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളിന്ന് വചനം വായിക്കാം. ഞാൻ യശപ്രവാചകൻ്റെ പുസ്തകം തന്നെ വായിക്കാം കേട്ടോ. ഈ വചനം ഞാനിവിടെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല. യശയ്യാ 45.
യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം വായിക്കുന്നത്. ശ്രദ്ധിക്കണേ കേട്ടോ. യെശയ്യാ 45. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടുകൾ അഴിക്കുന്നതിനും നഗരവാതിൽ അടയ്ക്കപ്പെടാതെ ഇടുന്നതിനും വേണ്ടി അവരുടെ വലതു കൈ താൻ ഗ്രഹിച്ചിരിക്കുന്നുവോ? തൻ്റെ അഭിഷക്തനായ സെറാസിനോടും കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരങ്ങളും ഞാൻ നിനക്ക് തരും. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ ഭൃത്യഭവനത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും. കിഴക്കും പടിഞ്ഞാറും ഉള്ള എല്ലാവരും ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് അറിയേണ്ടതിനും വേണ്ടി തന്നെ ഞാൻ പ്രകാശമുണ്ടാക്കി, ഞാൻ അന്ധകാരം സൃഷ്ടിച്ചു, ഞാൻ സുഖദുഃഖങ്ങൾ നൽകുന്നു. ഇതെല്ലാം ചെയ്ത കർത്താവ് ഞാൻ തന്നെ. സ്വർഗങ്ങളെ മുകളിൽ നിന്നും പൊഴിയുക, ആകാശം നീതി ചൊരിയട്ടെ, ഭൂമി തുറന്ന് രക്ഷ മുളയ്ക്കട്ടെ. അങ്ങനെ നീതി സംജാതമാകട്ടെ. കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത്. കേട്ടോ, സുഖങ്ങളും ദുഃഖങ്ങളും തരുന്ന കർത്താവ് തന്നെയാണ്. അപ്പോൾ ഈ വചനം നിങ്ങൾ കഴിയുമെങ്കിൽ വായിക്കുക. കഴിയുമെങ്കിൽ നല്ല വായിക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ യെശയ്യാപ്രവാചകൻ 45-ാം അധ്യായം വായിക്കുക. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. എന്ത് നല്ല വചനമാണെന്നറിയാമോ? ഇതുപോലുള്ളൊരു കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒന്നിനെ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. അങ്ങ് സമർപ്പിച്ചു കൈകളിലേക്ക് അങ്ങ് വിട്ടുകൊടുത്തങ്ങ് പ്രാർത്ഥിക്കുക. സംശയിക്കരുത്. സംശയിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. സംശയിക്കാതെ പ്രശ്നങ്ങളെ കർത്താവിനെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, ഇത് എൻ്റെ പ്രശ്നമല്ല, നിൻ്റേതാണ്. നിൻ്റെ മക്കൾ നന്നായി ജീവിക്കാനും നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്നിനെ ഓർത്ത് ഭയപ്പെടുകയില്ലെന്ന് ഉറച്ച് ഹൃദയത്തിൽ വിശ്വസിക്കുക. എന്നിട്ട് അത് തമ്പുരാനെ ഏൽപ്പിച്ചു കൊടുക്കുക. അവിടുന്ന് ചെയ്തോളൂ. അവിടുന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാനിങ്ങനെ ഓർത്തിട്ടുണ്ട്, അപ്പനും അമ്മയും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റും, പക്ഷെ കർത്താവില്ലാതെ ഭൂമിയിൽ ജീവിക്കാൻ ആർക്കും സാധിക്കില്ല. അതൊരു ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അപ്പനും അമ്മയില്ലെങ്കിലും സഹോദരങ്ങളില്ലെങ്കിലും ഈ ഭൂമിയിൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ കർത്താവ് കൂടെ ഇല്ലെങ്കിൽ, കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞാൽ ശൂന്യം, പിന്നെ ഒന്നുമില്ല. പിന്നെ ഈ ലോകത്തിൽ ആരൊക്കെ നമുക്കുണ്ടായാലും ആ വിടവ് നിർത്താൻ നമ്മളെ കൊണ്ടാവില്ല. അവരെ കൊണ്ട് ആരെക്കൊണ്ടും ആവില്ല, കഴിയുകയുമില്ല. അത്രയ്ക്കും ഞാൻ ഓർക്കാണ് കർത്താവ് എത്രമാത്രം സ്നേഹം കൊണ്ടൊരു കോട്ടയിലാണ് നമ്മളെ വലയം ചെയ്തിരിക്കുന്നത്. ഇതുപോലൊരു സ്നേഹം കൊണ്ട് വലയം ചെയ്യുന്ന ഏതൊരു ദൈവം ആർക്കാണുള്ളത്? ഇല്ല. എന്തൊരു സ്നേഹം അത്! ഈ ഒരു സ്നേഹത്തിന് മുമ്പിൽ വീണു പോകാത്തവരാരാ ഉള്ളത്? അടിയറ് മുട്ടുകുത്താത്തവരാരാ ഉള്ളത്? പതറി വീഴാത്തവരാരാ ഉള്ളത്? അവൻ്റെ സ്നേഹത്തിന് മുമ്പിലാണ് നമ്മൾ പതറി വീഴുന്നത്. അത് എന്തൊരു സ്നേഹം അത്! ഇങ്ങനെ പൊതിയുന്ന ഒരു സ്നേഹം ദൈവം കർത്താവിനല്ലാണ്ട് ആർക്ക് ചെയ്യാൻ പറ്റും? അതെല്ലാം ഓർക്കുമ്പോഴുണ്ടല്ലോ ഈ കുറ്റപ്പെടുത്തലുകളും ഈ തള്ളിപ്പറച്ചിലും, നമ്മളൊക്കെ വെറും കിറുമികളാണ്, കിറുമികൾ.
അപ്പോൾ ഓർക്കുക, വചനം വായിക്കുക, ദൈവത്തിൽ ഉറച്ചു നിൽക്കുക, പ്രശ്നങ്ങളും പതറിപ്പോകാതിരിക്കുക. യുദ്ധങ്ങളും ഉറവുകളും പ്രഹാരങ്ങളും ഇടിമിന്നലുകളും കാറ്റും മഴയും പ്രകൃതി താണ്ഡവങ്ങളൊക്കെ വരുമ്പോൾ കുറ്റപ്പെടുത്താതെ ശക്തിയിലും എല്ലാം അവരവർ താമസിക്കുന്ന ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മളിപ്പോൾ ഏത് ദേശത്താണോ നമ്മൾ താമസിക്കുന്നത്, ഏത് അവസ്ഥയിലാണോ നമ്മൾ താമസിക്കുന്നത്, ആ ദേശത്തെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പിന്നെ ഏതാണ് ലോത്തിൻ്റെ അവസ്ഥ? ലോത്ത്, അബ്രഹാമത്തിൻ്റെ അനിയൻ, സഹോദരൻ. അബ്രഹാം ചോദിക്കുന്നില്ലേ, ആ ദേശത്ത് ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ ദേശം നശിപ്പിക്കുമോ എന്ന് കർത്താവിനോട് ചോദിക്കുന്നില്ലേ? അപ്പോൾ ഒരാളുണ്ടെങ്കിൽ, 50 ഉണ്ടെങ്കിൽ, 40 ഉണ്ടെങ്കിൽ, 30 ഉണ്ടെങ്കിൽ, 20 ഉണ്ടെങ്കിൽ, 10 ഉണ്ടെങ്കിൽ, 5 ഉണ്ടെങ്കിൽ, എത്ര പുറകോട്ട് വന്നിട്ട് ഒരു നീതിമാനെ പോലും ഇവിടെ കണ്ടെത്താൻ സാധിച്ചില്ല, ലോകത്തിൻ്റെ കുടുംബം ഒഴിച്ച്. അതുകൊണ്ടല്ലേ ആ ദേശം നാശം വന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ ഒരു ഓർമ്മയിൽ നമ്മൾ ഒരു നീതിമാരുണ്ടെങ്കിൽ ആ ദേശം നശിപ്പിക്കുകയല്ലെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ആ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒരു നീതിമാനുണ്ടെങ്കിൽ ആ ദേശം നശിപ്പിക്കുകയല്ല കർത്താവ്. അപ്പോൾ നമ്മൾ ഉണർത്തിരുന്ന് പ്രാർത്ഥിക്കണം, അത് കർത്താവിനോട് പ്രാർത്ഥിക്കണം. മറ്റെന്തിൻ്റെങ്കിലൊക്കെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കർത്താവിനോട് തന്നെ അത് പ്രാർത്ഥിക്കണം. കർത്താവാണ് രക്ഷകൻ, അവിടെ നിന്നാണ് നമ്മളെ വീണ്ടെടുക്കുന്നവൻ. നമ്മളെ നല്ല ജനതകളെ, മനുഷ്യരാശിയെ വീണ്ടെടുക്കുന്നവൻ അവനാണ്. അവിടെ ജാതിയോ മതമോ ഇല്ല. കണ്ടതിൻ്റെയൊക്കെ പുറകെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. ആ ദേശത്തെ അവൻ സംരക്ഷിക്കും. മാറിപ്പോകും, അതൊക്കെ മാറിപ്പോകും. അപ്പോൾ ചോദിക്കും, വയനാട്ടിൽ നീതിമാന്മാരെ ഉണ്ടായിരുന്നില്ലേ എന്ന്. അത് കർത്താവ് തീരുമാനിക്കേണ്ട കാര്യമാണ്, ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് കാര്യം. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതല്ല. ഉണ്ടായിരുന്നെങ്കിൽ സംരക്ഷിക്കപ്പെടുമായിരുന്നു, ഇല്ലായിരുന്നെങ്കിൽ പോകുമായിരുന്നു. അത് രണ്ടും കർത്താവിൻ്റെ കൈകൾ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, നമ്മളല്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവാം. അപ്പം അതൊക്കെ തമ്പുരാനെ ഏൽപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭൂമി കർത്താവിൻ്റെതാണ്. സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠവുമാണ്. കർത്താവിൻ്റെ പാതപീഠമാണ് ഭൂമിയെങ്കിൽ അവിടുന്ന് ആ ചുണ്ടുവിരലൊന്നും അമർത്തിയാലും തീരാവുന്നതേ ഉള്ളൂ, പൊട്ടി തകർന്നു പോകാനുള്ളതേ ഉള്ളൂ. വേണ്ടാന്ന് തോന്നുന്ന കർത്താവ് തകർത്ത് കളയും, വേണമെന്നുള്ളതിനെ സംരക്ഷിക്കും. അത് ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. അപ്പം ഉണർന്നിരുന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ വചനം കേൾക്കുന്നവരും കാണുന്നവരും പ്രാർത്ഥിക്കുന്നവരൊക്കെ അവരവരുടെ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുക, അവിടെ നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വചനം ഇവിടെ പൂർണ്ണമാകണം. വചനം വായിക്കണം, വചനം നല്ല വിശ്വസ്തയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അവിടെ കളങ്കമോ മായമോ ചേരാതെ അങ്ങ് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചോ, തമ്പുരാൻ കാത്തുകൊള്ളൂ. അവിടുന്ന് വലിയവനാ, നമ്മൾ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. കുറ്റപ്പെടുത്തലുകളൊക്കെ ഒഴിവാക്കുക. തമ്പുരാൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. നമ്മുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവിൻ്റെ സ്നേഹത്താലും പുത്രൻ്റെ സംരക്ഷണത്താലും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താലും നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. കർത്താവിൻ്റെ വിരിയേറെ നാമത്തിൽ ഇന്നും എന്നേക്കും ആമേൻ.